നമുക്കിടയിലെ പാട്ടുകാരെന്ന കണ്ണൂർ മൗണ്ടനിലെ ഈ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം കവയിത്രിയായ ആനന്ദവല്ലി ചേച്ചിയാണ്. ചേച്ചി നമസ്തേ. നമസ്തേ. അപ്പോൾ ഈ കവിത അല്ലെ, കവിതയാണ്. ഈ കവിത എങ്ങനെയാണ് ഈ ആനന്ദവല്ലി ചേച്ചി എന്തൊക്കെയാണ് ചെയ്യുന്നത് ആദ്യം ഒന്ന് പറയാം. അതായത് ഒരു വീട്ടമ്മയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഈ ഏതൊക്കെ രീതിയിൽ ചുറ്റുപാടുകളാണ് ഈ ഒരു കവിത ഉണ്ടാവുന്നത്? കവിതയായിട്ട് ബന്ധമില്ലാണ്ട് തന്നെ ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. ഞാൻ എടച്ചൊവ്വയിലാണ് താമസം. അതിരക സ്കൂളിൽ പഠിച്ചു, പിന്നെ ചൊവ്വ ഹൈസ്കൂളില്, പിന്നെ തുഞ്ചത്താചാര്യയിലെ ഡിഗ്രി വരെ. അതിനുശേഷം PGക്ക് ചിന്മയ മിഷൻ കോളേജില്. അങ്ങനെയാണ് വിദ്യാഭ്യാസം. പിന്നെ കവിത ഞാൻ വെറുതെ ഒന്ന് എഴുതി നോക്കി, പിന്നെ അത് എനിക്ക് വരികളെല്ലാം മനസ്സിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടായി. അങ്ങനെ ഞാൻ എഴുതി ഡെവലപ്പ് ആയതാണ്. പിന്നെ ഞാൻ എന്റെ എഴുത്തിനെ കുറിച്ച് പറയാന്ന് വെച്ചാല് സൃഷ്ടിപഥം ഗ്രൂപ്പിൽ ഞാൻ എഴുതി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അതിനകത്ത് എത്തിപ്പെട്ടിട്ടുണ്ടായി. എൻ്റെ ഒരു സുഹൃത്ത് തന്നെ അതിലേക്ക് പരിചയപ്പെടുത്തി. അപ്പൊ ആ ഒരു അന്തരീക്ഷം എന്നെ ഒരുപാട് ഡെവലപ്പ് ചെയ്തു. പിന്നെ എന്താ പറയാ, ഒരു വിത്തായി അവിടെ വീണ് ഒരു ചെടിയായി മുളച്ച് ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് ഡെവലപ്പായി ഒരു കുറച്ച് വലിയ ചെടിയായി എനിക്ക് തോന്നലുണ്ട്. കാരണം അവര് എൻ്റെ അവതാരിക എഴുതുന്നതില് ടീച്ചർമാരും വലിയ പ്രശസ്തരെല്ലാം എഴുതുമ്പം അവര് പറയും അനർഘ നിർഗളമായിട്ടാണ് വരികൾ വരുന്നത്. എന്ന് വെച്ചാൽ ഒരു വിഷയം തന്നു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടു എനിക്ക് ഒരുപാട് അതിനെ ഡെവലപ്പ് ചെയ്ത് കാര്യങ്ങൾ എഴുതാം. എനിക്ക് ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ടെന്ന് എനിക്കും തോന്നലുണ്ട്. കാരണം ഞാൻ എഴുതി കുറെ കഴിയുമ്പം എനിക്കിത് എങ്ങനെയാ വന്നേന്ന് തന്നെ ഞാൻ ചിലപ്പം വിചാരിക്കലുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഈ കവിതയും കഥകളും അല്ലെ തിരക്കഥകളൊക്കെ എഴുതുമ്പോൾ ഏകാന്തത ആവശ്യമാണ് അല്ലെ? ആവശ്യമുണ്ടോ? ചെയ്യും ഏകാന്തമായിട്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് നമുക്ക് എഴുത്ത്. അത് ചില സമയം നമ്മള് ഓരോആളെ രചനേന്റെ വിഷയം വായിക്കുമ്പോൾ നമുക്ക് നമ്മളതായ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ആ കവിത ആ പഠനം അവിടെ വേറെ ആളത് അവിടെ അടച്ചു വെക്കും. എന്നിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് നമ്മള് മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് കണ്ണുപൂട്ടി ഇരുന്നിട്ടാണ് ഞാൻ എഴുതല്. അന്നേരം എനിക്ക് നല്ല ഒരു നമ്മൾ പരിസരങ്ങളെ കുറിച്ച് ചിന്തിക്കാണ്ട് നമ്മൾ നമ്മളെ ഉള്ളിലേക്ക് തന്നെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടും വരികളും അല്ല ഞാൻ ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുള്ളത്. അല്ലാണ്ട് അങ്ങനെ വലിയ വലിയ ആൾക്കാർ പോലെ അല്ല, സാധാരണ തന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം കിട്ടാൻ പ്രയാസമല്ലേ. നമ്മൾ വീട്ടിലെ പല കാര്യങ്ങളുണ്ടാവും, നമുക്ക് ഏകാന്തത തേടിപ്പോകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സൗകര്യങ്ങളൊന്നുമില്ല. അപ്പൊ ആ ഉള്ള ചുറ്റുപാടിൽ തന്നെ നമുക്ക് നമ്മളതായ നമ്മളെ ഉള്ളിലേക്ക് ആണല്ലോ എല്ലാ ചൈതന്യവും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നല്. അപ്പൊ അങ്ങനെയാണ് ഞാൻ എഴുതല്. അതായത് ഒരു സ്ത്രീ എന്ന നിലയിൽ സമൂഹത്തിനോട് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? കവയിത്രി എന്ന നിലയിലും ഒരു സ്ത്രീയായിട്ട് എന്താണ് മെസ്സേജ് കൊടുക്കാനുള്ളത്? ഇന്ന് നമുക്കറിയാം ഒരു ദാമ്പത്യ ബന്ധം പോലും ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ അത് മാക്സിമം 5 വർഷത്തിലൊക്കെ അവസാനിക്കുകയാണ്. പണ്ടൊക്കെ നമുക്കറിയാം നമ്മുടെ മക്കളെ അപ്പൂപ്പൻ അങ്ങനെ ഒരു വലിയൊരു കുടുംബ പശ്ചാത്തലം നമുക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. അപ്പൊ എന്താണ് ഒരു കവയിത്രി എന്ന നിലയിൽ സമൂഹത്തിനോട് പറയാനുള്ളത്? നമ്മൾ സ്ത്രീകൾ തന്നെയാണ് ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ നാടിന്ന് പറയാൻ പറ്റും. കാരണം ഒരു സ്ത്രീ എങ്ങനെ അവരെ കുടുംബം കൊണ്ടുപോകുന്നു അതുപോലെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ എന്തായാലും പറ്റും. പിന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും നെഗറ്റീവ് കാണുക, പിന്നെ കുറ്റം മാത്രം നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു മനസ്സ് ആണ് നമ്മളതെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റൂല. കുറേയെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നല്ല മൂഡ് വരുമ്പോൾ നമ്മൾ കുട്ടികളോടായാലും വലിയ ആളോടായാലും ഇപ്പൊ ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ പലതും പറയും. പക്ഷെ ആ മൂഡ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനും അങ്ങനെയുള്ള ഒരു കുറച്ച് നമ്മൾ സ്ത്രീകൾ മുൻകൈ എടുത്താൽ 99% പ്രശ്നം ഇല്ലാണ്ടാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഏതാളായി കഴിഞ്ഞാലും ഇപ്പൊ ഒരാളെ വഴിതെറ്റിക്കാനും ഒരു പെണ്ണിന് കഴിയും, പിന്നെ നല്ല നിലക്ക് കൊണ്ടുപോകാനും പറ്റും. അത് ആ ഒരു പിന്നെ എന്താ പറയാ കുടുംബനാഥ വിചാരിച്ചാൽ കുറെ ഭാഗം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മളെ മാനസികമായിട്ടും ആരോഗ്യവും എല്ലാം നോക്കാൻ സ്ത്രീകൾ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നത്തെ സമൂഹത്തിൽ ലഹരി ഒരു വിപത്തായിട്ട് വരാറുണ്ട് അല്ലെങ്കിൽ ഉണ്ട്. പല കുടുംബങ്ങളിലും അത് കുടുംബത്തെ തകർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലഹരി ഒരു കവിതയോ കഥയോ സിനിമയോ അങ്ങനത്തെയൊക്കെ ഒരു ലഹരിയാക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ലഹരിക്കെതിരായിട്ടുള്ള കവിതകളെല്ലാം എഴുതിയിട്ടുണ്ട്. ലഹരി എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു ഹീറോയിസത്തിന് വേണ്ടി നമ്മളെന്തോ ആണെന്ന് സമൂഹത്തിന്റെ മുന്നിൽ ആളാവാൻ, അങ്ങനെ നമ്മൾ സമൂഹത്തിന് വേണ്ടി മാത്രം ജീവിക്കാണ്ട് നമ്മൾ ആദ്യം നമുക്ക് വേണ്ടി ജീവിക്കുക, എന്നിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക.
സമൂഹത്തിൽ നല്ല ആളായിട്ട് ഹീറോ ആവുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു തിരിച്ചറിവ് കുട്ടികൾക്ക് ഉണ്ടാവണം. കാരണം ഇപ്പോഴത്തെ സിനിമയായാലും അല്ല വേറെ എന്ത് സീരിയലോ എന്ത് ആയിക്കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് പണ്ടത്തെ പോലെയുള്ള ഹീറോമാരെ അല്ല, ഇപ്പൊ നെഗറ്റീവ് ചെയ്തിട്ട് ഹീറോയിസം ആവുന്ന അങ്ങനെ ഒരു പ്രവണത അത് ശരിക്കും അത് സമൂഹത്തിനെ നല്ലോണം ബാധിക്കുന്നുണ്ട്. സിനിമയൊന്നും പിന്നെ സമൂഹത്തിനെ കുടുംബത്തിനെ ബാധിക്കുന്നില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം പണ്ട് സൂര്യപുത്രിക്ക് എന്നുള്ള ആ സിനിമ കണ്ടിട്ട് എത്രയോ ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് പെൺകുട്ടികൾ മതിൽ ചാടിയ കഥകളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. അത് കുറെ കാലം മുന്നെയാണ്, എന്നാലും നമ്മൾ ആ സമയത്തെല്ലാം ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഒരിക്കലും നെഗറ്റീവ് അല്ല നമ്മൾ സമൂഹത്തിന് നൽകേണ്ടത്. ഒരു കവിതയാവട്ടെ അല്ലെങ്കിൽ ഒരു കഥയാവട്ടെ സിനിമയാവട്ടെ സീരിയലാവട്ടെ നമ്മൾ അതിൻ്റെ അകത്ത് എപ്പോഴും സമൂഹത്തിന് നല്ല ഒരു സന്ദേശം കൊടുക്കാനുള്ള ഒരു പ്രവണതയും അങ്ങനെ നമുക്ക് മീഡിയയിലൂടെ ഒരുപാട് സമൂഹത്തിന് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ലോണം തോന്നലുണ്ട്. കാരണം കുറച്ച് മുന്നേ എല്ലാം ഷാരൂഖ് ഖാന്റെ സിനിമയെല്ലാം കാണുമ്പോൾ നമ്മൾ തന്നെ കാണുന്ന സമയത്ത് ഹിന്ദി സിനിമയെല്ലാം നെഗറ്റീവിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലത്തെ കഥാപാത്രങ്ങളും അപ്പൊ അവര് ആ ഒരു ഹീറോനെയാണ് മനസ്സിൽ കാണുന്നത്. അപ്പൊ ആ ഹീറോനെ പോലെ നമ്മളാവണം എന്നുള്ള ആ ഒരു ടെൻഡൻസിയാണ് കുട്ടിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരുപാട് മീഡിയക്ക് ഒരുപാട് കഴിവുണ്ട്, നമ്മളെ സമൂഹത്തിനോടുള്ള കടപ്പാടുണ്ട്. അത് അവർ മറക്കുന്നത് കൊണ്ട് പിന്നെ ഒരുപാട് നമ്മളിപ്പോ സുലഭമായി കിട്ടുന്ന ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ വീട്ടിന്റെ അടുത്ത് വരെ പോലീസെല്ലാം വന്ന് ഇങ്ങനെ പിടിക്കുക, നമുക്കെല്ലാം ഭയങ്കര ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. കാരണം നമ്മള് കുറേ ദൂരെ എന്ന് വിചാരിച്ച സംഗതികളെല്ലാം ഇപ്പം നമ്മളെ അടുത്തുനിന്ന് നമ്മൾ അറിയപ്പെടുന്ന ആൾക്കാരെ വീട്ടിൽ നിന്ന് അങ്ങനെയെല്ലാം നമ്മള് അത് ഭയങ്കര ഒരു എന്താ പറയാ ഇപ്പൊ സുലഭമായിട്ടും നമുക്ക് ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതുവരെ എത്ര പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്? 3 പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അത് 23-ലാണ് ഞാനിത് മെല്ലെ എഴുതാൻ തുടങ്ങിയത്. 24-ആകുമ്പോഴത്തിന് ആ ഒരു കുറച്ച് ഡെവലപ്പായി. അങ്ങനെ ആദ്യത്തെ പുസ്തകം ഇറങ്ങി ദലമർമരങ്ങള്, പിന്നെ അതിനുശേഷം ആത്മദളങ്ങള്, പിന്നെ വിഭജിക. ഇത് 3ഉം ഒരു വർഷത്തിനുള്ളിൽ ഇറങ്ങിയ പുസ്തകങ്ങളാണ്. പിന്നെ എഴുതിയിട്ടുണ്ട് 2 കവിതയൂട്ടില് 100ഓളം കവിതകൾ, അത് കൂടാണ്ട് തന്നെ പിന്നെയും ഉണ്ട്. പക്ഷെ കവിതകള് എല്ലാവരും സ്വീകരിക്കുന്നില്ല. പിന്നെ എന്തായാലും നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് പ്രിന്റ് എല്ലാം കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചെല്ലാം അതൊന്നും നോക്കുമല്ല. പിന്നെ ഹിന്ദിയിലും ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ആരും വായിക്കൂല, ബുക്കാക്കിയാൽ എന്നുള്ള അത് അറിയാം. പിന്നെ കഥകളാണ് കൂടുതൽ ആള് ആവശ്യപ്പെടുന്നത്. പിന്നെ കുട്ടികൾക്ക് പറ്റിയ കഥകളെല്ലാം ഉണ്ടോ ചോദിക്കും. പക്ഷെ കഥകള് എഴുതിയിട്ട് സമ്മാനമെല്ലാം കിട്ടിയിട്ടുണ്ട് സൃഷ്ടിഭാഗത്തുനിന്ന്. അവിടെ കുറെ സമ്മാനങ്ങൾ ഉള്ള പരിപാടി നടത്തലുണ്ട്. നിമിഷ കവിത മത്സരം, ഹൈക്കു കവിത, പിന്നെ കഥകളും ചെറുകഥകളിലും എല്ലാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. കഥകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇനി കഥ ഇറക്കുന്നാണെങ്കിൽ പുസ്തകമാക്കാം, അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി പുതിയതായിട്ട് ഒരു കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന കുട്ടികൾക്ക്, അവർക്കൊക്കെ വേണമെങ്കിൽ ഈ കവിതയും കഥകളൊക്കെ എഴുതാൻ എങ്ങനെ നമ്മൾ ഇതിലേക്ക് വരണം, എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയാൻ പറ്റും? അങ്ങനെ ഒരു പ്രാക്ടീസ് കൊടുക്കാൻ മാത്രമൊന്നും എനിക്കറിയില്ല എന്നാ തോന്നുന്നത്. എന്നാലും ഒരു വിഷയത്തിനെ പറ്റി അവർക്ക് കുറെ കാര്യങ്ങള് ഓറലി പറഞ്ഞു കഴിഞ്ഞാല് അതൊരു കാവ്യാത്മകമായിട്ട് കുറെ പര്യായ പദങ്ങളെല്ലാം റിപ്പീറ്റ് വരുന്നിടത്തെല്ലാം പര്യായ പദങ്ങളെല്ലാം വെച്ചിട്ടാണ് കവിത മനോഹരമാക്കാൻ പറ്റുക. ആദ്യം ഒരു ആശയം കൊടുത്തു കഴിഞ്ഞാല് അവരോട് അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് ആദ്യം ചോദിക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് ഒരു ഇൻപുട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഡെവലപ്പാക്കി കൊണ്ടുവരാൻ പറ്റും. ഓരോ കുട്ടികൾക്ക് അങ്ങനെ ഒരു വാസന കാണലുണ്ട്. അതേപോലെ ഈ ഒരു കവിതയിലേക്കും ഈ ഒരു സപ്പോർട്ട് ആരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്? ഞാൻ ആദ്യം തന്നെ എഴുതാൻ തുടങ്ങിയ പാടന്നെ വന്നത് കണ്ണൂർ സൃഷ്ടിപഥം ഗ്രൂപ്പാണ്. അത് സ്റ്റേറ്റ് മൊത്തമുള്ള ഗ്രൂപ്പാണ്. ആ ജില്ലാ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം അവിടെയുള്ള പ്രത്യേകിച്ച് ലിനീഷ് എന്ന് പറഞ്ഞ കുട്ടി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാളിയാന്ന് വീട്. പിന്നെ അതിൻ്റെ അകത്തുള്ള എല്ലാവരും കുറേ ആൾക്കാരും അഭിപ്രായം പറയാനും പിന്നെ ഇങ്ങനെ നല്ലതായിട്ടുണ്ടെന്നെല്ലാം പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ. ഞാനൊരു എഴുതാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഏതെല്ലോ ഭാഗത്തുള്ള സുഹൃത്തുക്കൾ. ഇപ്പൊ സ്റ്റേറ്റിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാലും അല്ലാണ്ടും എല്ലാം എൻ്റെ കവിതകളിലൂടെ എന്നെ പരിചയപ്പെടുന്നതും എന്നെ ഇഷ്ടപ്പെടുന്നതും ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സമ്പാദ്യം. പിന്നെ എൻ്റെ ടീച്ചർമാർ, എൻ്റെ മോളെ ടീച്ചർ, അങ്ങനെയുള്ള ഒരുപാട് പേര് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എൻ്റെ പുസ്തകം വാങ്ങുകയും കവിത വായിക്കുകയും അഭിപ്രായം പറയുക അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്. അതിലെ രവീന്ദ്ര മാഷ്, പിന്നെ കോമൾ ടീച്ചർ, ശ്യാമൾ ടീച്ചർ, പിന്നെ പ്രശാന്ത് മാഷ് എൻ്റെ ട്യൂഷൻ മാഷായിരുന്നു. അവരെല്ലാം ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ
നിങ്ങളെ കവിത ഏറ്റവും കൂടുതൽ ആര് പാടിയിട്ട് കേൾക്കാനാണ് ഇഷ്ടം? എനിക്ക് നല്ല ഫീൽ ചെയ്ത് പാടുന്നവര്, ഞാനിങ്ങനെ എഴുതുവാന്നല്ലാണ്ട് എനിക്ക് അങ്ങനെ പാടി ഫലിപ്പിക്കാൻ അറിയില്ല. അപ്പൊ എൻ്റെ പ്രിയ കൂട്ടുകാരി പ്രേമലത പനങ്കാവൂർ, വനിതാ സാഹിതി പുക്കാസിന്റെ മേഖലാ സെക്രട്ടറി ആണ്. പിന്നെ ഒരു മണികണ്ഠ മാഷുണ്ട്. ആ മാഷ് എനിക്ക് ഒരുപാട് പാട്ട് ആദ്യമെല്ലാം മാഷിനെ പാടിത്തന്നെ. ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രേമേച്ചിയും പാടിത്തരുന്നുണ്ട്. പിന്നെ അവരെല്ലാം പാടുമ്പോൾ ആ കവിതക്ക് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കുമ്പോൾ ജീവൻ വന്നിട്ടുണ്ട്. ഇപ്പൊ അതൊരു നമ്മൾ കേൾക്കുമ്പോൾ വായനയിൽ അവരവരെ ഭാവനയിൽ മാത്രം അത് ഒതുങ്ങാണ്ട് അത് കൂടുതൽ ആളെ മനസ്സിലേക്ക് വരുന്നത് ശബ്ദങ്ങളിലെ കൂടി, അതിന് കൊടുക്കുന്ന ഭാവങ്ങളിലെ കൂടിയാണ്. അപ്പോൾ ആത്മസുഹൃത്ത് ശ്രീമതി ആനന്ദവല്ലി നല്ലൊരു എഴുത്തുകാരിയാണ്. മിക്ക കവിതകളും ഞാൻ വായിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ട കവിത, തിരിച്ചറിവിൻ്റെ വഴിയമ്പലങ്ങളിൽ തനിച്ചാവുന്ന നിമിഷങ്ങളിൽ മറവിതൻ പുകച്ചുരുളിൻ മറനീക്കി സ്വത്വം പരിഹാസച്ചുഴിയിൽ തിരിയുന്നു. രക്ഷകർ പൊയ്മുഖങ്ങൾ ധരിച്ചും ശിക്ഷകൾ മാത്രമൂട്ടിയുറക്കിയും ദംഷ്ടകളെന്നും ചങ്കിൽ തറപ്പിച്ചും ദുഷ്ടജന്മങ്ങൾ ഞെരിച്ചുടച്ചെന്നും പുതുനാമ്പുകൾ. എനിക്ക് പിന്നെ മലബാർ റേഡിയോയില് മണികണ്ഠ മാഷ് പാടിത്തന്ന ഒരു പാട്ട് ഞാൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാടാൻ പറയുന്നില്ല. നമുക്കിടയിലെ പാട്ടുകാർ എന്ന ഈ ഒരു പരിപാടി നമുക്ക് ഉദ്ഘാടനം ചെയ്തു തന്നത് നമ്മുടെ സ്വന്തം കണ്ണൂരിൻ്റെ സ്വന്തം ശ്രീലതാമ്മയാണ്. അപ്പോൾ ഈ കണ്ണൂർ മൗണ്ടൻ എന്ന് പറഞ്ഞ ഈ ചാനലിനെ കുറിച്ച് എന്താണ് ഒരു കവയത്രി എന്നുള്ള അഭിപ്രായം? ഇങ്ങനെ പരിപാടികളൊക്കെ കൊണ്ടുവന്നുണ്ട്. ഞാൻ ശ്രീലതേച്ചിനെ അടുത്ത കാലത്താണ് പരിചയപ്പെട്ടത്, ഓരോ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം. കാരണം അവര് എഴുത്തുകാരനായിരുന്നു, 4 പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രകാശേട്ടൻ്റെ. ഓർ പോയി ശ്രീലതേച്ചി ഒറ്റക്കായി ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഞാൻ അവരെ കൂട്ടായി നിന്ന്, എന്തായാലും ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു സ്ത്രീന്റെ മനസ്സും അതിന്റെ പരിസരം പിന്നെ എന്താ പറയാ ഒരു സേഫ്റ്റി എല്ലാം ഫീൽ ചെയ്യണമെങ്കിൽ നമ്മളെ ആ ഒരു കൂട്ടായ്മ തന്നെ ഓർക്ക് ഒരുപാട് പിന്നെ ഓരോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർ പുറത്തു വരാൻ. അപ്പോൾ അവര് പ്രകാശേട്ടൻ്റെ കവിതകളെല്ലാം ചേർത്തിട്ട് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭജന ഗ്രൂപ്പില് പ്രകാശധാര അങ്ങനെയാണ് അതിന്റെ പേര്. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ നിങ്ങൾ ഒരുപാട് ഓരോ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ സുധീഷിനെ പരിചയപ്പെട്ടത്. സുധീഷിനെ അല്ല, കണ്ണൂർ മൗണ്ടൻ ഞാനായിട്ട് എന്റെ പേരായിട്ട് എനിക്ക് കേൾക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതൊരു കണ്ണൂർ മൗണ്ടൻ എന്നുള്ള ഒരുപാട് ആളെ ഒരു കൂട്ടായ്മ, ഒരു അങ്ങനെ അറിയപ്പെടുന്നതാണ് എനിക്കും ഇഷ്ടം. അപ്പോൾ ശ്രീലതേച്ചിന്റെ പരിപാടിക്ക് വന്നതിന് ശേഷമാണ് ഞാൻ കണ്ണൂർ മൗണ്ടനുമായിട്ട് നല്ല ഒരു കൂട്ടായ്മയും അവരുടെ പ്രവർത്തനം, അവരെ എല്ലാവരോടുള്ള സമീപനം എല്ലാം വളരെ നല്ലതാണ്. പിന്നെ എന്താ വെച്ചാൽ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരിടപെട്ടിട്ട് എല്ലാ ന്യൂസും എല്ലാം എനിക്ക് അയച്ചിരുത്തുണ്ട്. നല്ല ഒരു സെറ്റപ്പാന്ന്. ഇനി ഒരുപാട് ഇവര് കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ആവട്ടെ, ഇവരെ പരിപാടികളെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ. ഈ കണ്ണൂർ മൗണ്ടിന്റെ ഈ പരിപാടി വളരെ ഗംഭീരമായി പോകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഞാൻ ഇവർക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കണ്ണൂർ മൗണ്ടിനോടൊപ്പം ഒരു അഭിമുഖം ആനന്ദവല്ലി ചേച്ചിക്ക് തരാൻ പറ്റിയതിൽ ഏറെ കണ്ണൂർ മൗണ്ടിന് സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും. പുതിയ പുതിയ കവിതകൾ ഉണ്ടാവട്ടെ, പുതിയ പുതിയ കവികൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.